Hi all, welcome to ONCE. S4 Power Electronics and Drives first module one of the important topic ആണ് SCR two transistor analogy. ഈ ഒരു ടോപ്പിക് നമുക്ക് ഒരു 3 മാർക്സിന്റെ ഒരു ഷോർട്ട് ആൻസർ ആയിട്ടോ മാക്സിമം നമുക്ക് ഒരു 5 മാർക്സിന് നമ്മുടെ S4 പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സിന്റെ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ടു ട്രാൻസിസ്റ്റർ അനലോഗി. സോ ഒരു SCRന്റെ കൺസ്ട്രക്ഷൻ നമുക്കറിയാം. SCRന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ലെയേഴ്സ് ആണ് നമുക്കുള്ളത്. ഇറ്റ് ഈസ് എ 4 ലെയേർഡ് 3 ജംഗ്ഷൻ ഡിവൈസ്. ഓക്കെ, സോ ദിസ് ഇസ് എ ഫസ്റ്റ് ലെയർ P ലെയർ, ദെൻ ദിസ് ഇസ് എ സെക്കൻഡ് ലെയർ N ലെയർ, തേർഡ് ലെയർ P, ഫോർത്ത് ലെയർ N. ഓക്കെ, അപ്പോൾ 2 ഡിസിമിലർ ആയിട്ടുള്ള സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസിനിടയ്ക്ക് നമുക്കറിയാം ജംഗ്ഷൻ ഫോം ചെയ്യും J1, J2, J3. Okay, so top P will be connected to anode, N will be connected to cathode. Okay, അപ്പോൾ ഇത് നമ്മുടെ ആനോഡ് കറണ്ട് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, IA ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാത്തോഡ്, കാത്തോഡ് കറണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇതുവഴി പാസ് ചെയ്യുന്ന സെയിം കറണ്ടായിട്ട് തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ കാത്തോഡ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് IK. ഗേറ്റ് ടെർമിനൽ, ഗേറ്റ് വഴി പാസ് ചെയ്യുന്ന കറണ്ട് ഐ ഹാവ് റെപ്രസെൻറ്റ് ഇറ്റ് ആസ് IG. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു SCRന്റെ സ്ട്രക്ചർ. SCRന്റെ സ്ട്രക്ചർ 4 ലെയേർഡ് 3 ജംഗ്ഷൻ ആൻഡ് 4 ലെയേർഡ് 3 ടെർമിനൽ ഡിവൈസ് ആണ് ഒരു SCR. നമുക്ക് ഒരു SCRന്റെ വർക്കിംഗ് ഒരു 2 ട്രാൻസിസ്റ്റർ അനലോഗസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, കാരണം SCRന്റെ അകത്ത് നമുക്കറിയാം ഒരു 2 ട്രാൻസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് 2 ട്രാൻസിസ്റ്റർ അനലോഗി. ഓക്കെ, അപ്പോൾ ലെറ്റ് us see how you can explain it as a 2 ട്രാൻസിസ്റ്റർ അനലോഗി. നോക്കുക, SCRന്റെ ഈ സ്ട്രക്ചറിലെ മിഡ് പോർഷൻ, ഈ മിഡ് ആയിട്ടുള്ള 2 ലെയേഴ്സിനെ ഞാൻ ബൈസെക്ട് ചെയ്തു. ഓക്കെ, ബൈസെക്ട് ചെയ്ത് ഈ ലെയറും N ലെയറിനെയും P ലെയറിനെയും ഞാൻ ബൈസെക്ട് ചെയ്തു. സോ ഇത് ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ലെയർ P ലെയർ ഓർ P1 ലെയർ ആയിട്ട് ഞാൻ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, N1 ലെയർ, P2 ലെയർ. സോ P1, N1, P2. This forms an PNP transistor. ഇതൊരു PNP ട്രാൻസിസ്റ്റർ ഫോം ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ N1ൻ്റെ ബാക്കി പോർഷൻ P2 ആൻഡ് N2. This forms my another transistor. ഓക്കെ, അപ്പോൾ ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആയിട്ട് ഫോം ചെയ്യും, ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇതിനെ സെക്ഷനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്കറിയാം PNP ട്രാൻസിസ്റ്ററിൽ N വിൽ ബി ഫോമിങ് യുവർ ബേസ്. ഓക്കെ, PNP ട്രാൻസിസ്റ്റർ ഈ ഒരു ടെർമിനലായിരിക്കും നമ്മുടെ ബേസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ദെൻ ദിസ് വിൽ ബി ഫോമിങ് മൈ എമിറ്റർ. ഇതായിരിക്കും എൻ്റെ എമിറ്റർ, ഇതെൻ്റെ ബേസ് ആയിരിക്കും, ഇതെൻ്റെ കളക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സപ്പോസ് യു ആർ കൺസിഡറിങ് ദ കറണ്ട് വാല്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സെയിം ആസ് IA. ഓക്കെ, ദെൻ ബേസ് കറണ്ട് എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, അടുത്ത ഹാഫ് നമ്മൾ ഈ ബൈസെക്ട് ചെയ്ത് നെക്സ്റ്റ് പോർഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഫ്ലോയിങ് ലൈക്ക് ദിസ്. ദെൻ കളക്ടർ കറണ്ട്, കളക്ടർ ഈ പാർട്ട് ഇറ്റ് വിൽ ബി ഫ്ലോയിങ് ടു ദ നെക്സ്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആണ്, ഇത് NPN ട്രാൻസിസ്റ്റർ ഫോം ചെയ്യും. സോ ഈ ഒരു കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ ബേസ് ഫോം ചെയ്യുക. ക്ലിയർ ആണല്ലോ? ദെൻ ഇത് നമ്മുടെ ബേസ് ഫോം ചെയ്യും. ദെൻ ഈ ലെയർ എന്തായിരിക്കും, എൻ്റെ കളക്ടർ ഫോം ചെയ്യും. ദെൻ ദിസ് വിൽ ബി മൈ എമിറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഓരോ ട്രാൻസിസ്റ്ററിൻ്റെയും സപ്പോസ് ഐ എം റെപ്രസെൻറ്റിങ് ഇറ്റ് ആസ് ഓരോന്നിൻ്റെയും നമ്മൾ ഈക്വൽ ട്രാൻസിസ്റ്റർ സിമ്പിൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ PNP ട്രാൻസിസ്റ്റർ ഐ ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. സോ PNP എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്, PNPയുടെ ആരോ അകത്തേക്കാണ് ഒരു PNP ട്രാൻസിസ്റ്റർ യു ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ദിസ് ഫോംസ് മൈ എമിറ്റർ, ദിസ് ഫോംസ് മൈ ബേസ്, ദിസ് ഫോംസ് മൈ കളക്ടർ. ഓക്കെ, സെയിം തിങ്. എമിറ്റർ കറണ്ട് അല്ലെങ്കിൽ IA, എമിറ്റർ കറണ്ട് വേണമെങ്കിൽ IA ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് IA വിൽ ബി ഈക്വൽ ടു യുവർ IE1. ഇവിടെ റെപ്രസെൻറ്റ് E1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കാരണം ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ആയതുകൊണ്ടാണ് E1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. ദെൻ ഇത് ബേസ് കറണ്ട് ഓഫ് ദ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഐ ക്യാൻ റെപ്രസെൻറ്റ് ആസ് IB1. ശരിയല്ലേ? ദെൻ IB1 ആണ് ഈ കറണ്ട്, IB1. Okay, then collector it is connected to the collector outer part നമ്മൾ എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ഗേറ്റിലോട്ട് കണക്ഷൻ പോയിട്ടുണ്ട്. കളക്ടർ നേരെ
താഴത്തേക്ക് കണക്ഷൻ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ കേസാണ്. ഓക്കെ, PNP ട്രാൻസിസ്റ്ററിൻ്റെ കേസ്. സെക്കൻഡ് ട്രാൻസിസ്റ്റർ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ടോപ്പ് ഇതായിരിക്കും നമ്മുടെ കളക്ടർ അല്ലേ. അപ്പോൾ NPN ട്രാൻസിസ്റ്റർ ആണ്. സോ എന്ത് ചെയ്യണം, റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ എമിറ്റർ കറണ്ട് പുറത്തേക്കാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ ലെയർ ആയിരിക്കും എൻ്റെ എമിറ്റർ, അത് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ദിസ് ഇസ് മൈ എമിറ്റർ. ദെൻ ബേസിലേക്ക് എവിടെ നിന്ന് വന്നിട്ടുണ്ട്, PNP ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബേസിലേക്ക് കണക്ഷൻ പോയിട്ടുണ്ട്. PNP ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് PNP ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പോയിന്റിൽ നിന്ന് നമുക്ക് ബേസിലേക്ക് കണക്ഷൻ IB2. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് കളക്ടർ NPNൻ്റെ കളക്ടർ നമ്മുടെ ബേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. സോ ദിസ് ഫോംസ് മൈ 2 ട്രാൻസിസ്റ്റർ അനലോഗസ് ആയിട്ടുള്ള സർക്യൂട്ടായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഒരു SCRൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ SCRനകത്ത് തന്നെ ദർ എക്സിസ്റ്റ് 2 ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ഇറ്റ് ഹാസ് ഓൾസോ 2 PN ജംഗ്ഷൻ അല്ലെങ്കിൽ 2 ഡയോഡ്സ് എന്നുള്ള ഒരു കേസ് നമ്മൾ ഫസ്റ്റ് തിയറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ PN എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ റെപ്രസെൻറ്റ്സ് എ ഡയോഡ്, അനദർ PN റെപ്രസെൻറ്റ്സ് അനദർ ഡയോഡ്. അപ്പോൾ 2 ഡയോഡ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനും 2 ട്രാൻസിസ്റ്റർ ഇൻബിൽറ്റ് ആയിട്ട് നമ്മൾ ബൈസെക്ട് ചെയ്ത് ഫോം ചെയ്യുന്നതിനോടും ഈക്വലാണ്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ 2 ട്രാൻസിസ്റ്റർ റെപ്രസെൻറ്റേഷനായിട്ട് കട്ട് സെൻട്രൽ പോർഷൻ ബൈസെക്ട് ചെയ്ത് സിമ്പിളായിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് ഇതുപോലെ വർക്ക് ചെയ്യും. ഓക്കെ, വരച്ചു. നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് കുറച്ച് ഇതുവരെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, പ്രിൻസിപ്പിൾ ഓഫ് യുവർ SCR അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് SCR can be explained by using ട്രാൻസിസ്റ്റർ മോഡൽ അല്ലെങ്കിൽ 2 ട്രാൻസിസ്റ്റർ അനലോഗി നമ്മളതിനെ പറയും. ഓക്കെ, ഇനി 2 ട്രാൻസിസ്റ്റർ മോഡൽ നമ്മൾ എങ്ങനെ കിട്ടിയത്? ബൈ ബൈസെക്ടിങ് ദ മിഡ് പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ബൈസെക്ടിങ് ദ 2 മിഡിൽ ലെയേഴ്സ് എലോങ് വിത്ത് 2 സെപ്പറേറ്റ് ഹാഫായിട്ട് നമ്മളിതിനെ കട്ട് ചെയ്ത് ഫോം ചെയ്തു. ഓക്കെ, ദെൻ ജംഗ്ഷൻസ് J1 ആൻഡ് J2, J2, J3 ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ടു ഫോം എ PNP ട്രാൻസിസ്റ്റർ ആസ് വെൽ ആസ് NPN ട്രാൻസിസ്റ്റർ സെപ്പറേറ്റ്ലി. ക്ലിയർ ആണല്ലോ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ കട്ട് ചെയ്ത് ഈക്വലായിട്ട് കാണിച്ച്, അതായത് ഈ സെൻട്രൽ പോർഷൻ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ബൈസെക്ട് ചെയ്ത് നമ്മൾ ഈക്വലായിട്ട് കാണിച്ചു. ആ ഈക്വലായിട്ട് കാണിച്ച് നമ്മൾ NPNൻ്റെയും PNPയുടെയും സിമ്പിൾ വരച്ച് കറണ്ട് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു. ക്ലിയർ ആണല്ലോ. കറണ്ട് കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, നമുക്കറിയാം ഒരു SCRൻ്റെ കേസിൽ സപ്പോസ് ദിസ് ഇസ് മൈ SCR സ്ട്രക്ചർ. നമുക്ക് ഇത് P ലെയറാണ്, P1, N1, P2, N2. ഇതാണ് നമ്മുടെ SCRൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. സെൻട്രൽ പോർഷനൊക്കെ നമ്മൾ ബൈസെക്ട് ചെയ്യുന്ന കേസാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. സോ ദിസ് ഫോംസ് മൈ ആനോഡ്, ദിസ് ഫോംസ് മൈ കാത്തോഡ്, ദിസ് ഫോംസ് മൈ ഗേറ്റ്. അപ്പോൾ SCR വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഫോർവേഡ് കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നത്? ആനോഡ് യു വിൽ ബി മേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ് അല്ലേ, കാത്തോഡ് യു വിൽ ബി മേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. ഇനി എന്ത് ചെയ്യും, ഈ ഒരു കേസ് ഇത്രയും മാത്രം ചെയ്താൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗേറ്റ് പൾസ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഒരു ഗേറ്റ് പൾസ് കൊടുക്കുന്ന കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് ദിസ് ഗോസ് ടു കണ്ടക്ഷൻ, ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ട്രാൻസിസ്റ്റർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഇറ്റ് ഈസ് എ കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസ്, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഒരു കറണ്ട് കൊടുക്കുമ്പോൾ മാത്രം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നമ്മൾ നോക്കുക, നമ്മളെപ്പോൾ ഗേറ്റ് പൾസ് കൊടുക്കുന്നോ, ഓക്കെ, എപ്പോൾ ഗേറ്റ് പൾസ് കൊടുക്കുന്നോ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ട് ഹാപ്പൻസ്, ബേസ് കറണ്ട് ടു ദിസ് NPN ട്രാൻസിസ്റ്റർ ഇൻക്രീസസ്. ശരിയല്ലേ? ഇതാണ് ബേസിലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ IG കൊടുക്കുമ്പോൾ IB2 വിൽ ഇൻക്രീസ്. കണ്ടോ? അപ്പോൾ IB2 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ട്രാൻസിസ്റ്റർ വിൽ ടേൺ ഓൺ, അല്ലെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് കളക്ടർ കറണ്ട്. സോ കളക്ടറിന് അക്രോസുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് IC2 വിൽ ഇൻക്രീസ്. ശരിയല്ലേ? അപ്പോൾ IC2 ഇൻക്രീസ് ചെയ്യും. IC2 is സെയിം ആസ് യുവർ IB1. ശരിയാണല്ലോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ട് ഹാപ്പൻസ്, ഈ ട്രാൻസിസ്റ്ററിൻ്റെ across വരുന്ന കളക്ടർ കറണ്ട് ആരാണ്? IC1 ഓൾസോ ഇൻക്രീസസ്. സോ ദിസ് പ്രോസസ് ഇറ്റ് ഈസ് എ ക്യൂമുലേറ്റീവ് പ്രോസസ് ആൻഡ് ഇറ്റ് വിൽ ടേൺ ഓൺ യുവർ ട്രാൻസിസ്റ്റർ. ഇങ്ങനെയാണ് നമുക്ക് ആ ടേൺ ഓൺ പ്രോസസ് ഓഫ് SCR നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് മാത്തമാറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻസ് കൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് 2 ട്രാൻസിസ്റ്റർ അനലോഗി വെച്ചിട്ട് SCR ടേൺ ഓൺ പ്രോസസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. Okay, so transistor basic equation you have studied it as emitter current IE is equal to IC plus IB.
ഇതാണ് നമ്മുടെ ബേസിക് ട്രാൻസിസ്റ്റർ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ you have also studied IC is equal to alpha IE plus ICBO. Clear ആണല്ലോ? Where alpha is the common base current gain. അല്ലേ? അതിൻ്റെ വാല്യൂ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ 3 കോൺഫിഗറേഷൻ്റെ കേസിലും പഠിച്ചാണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ മാക്സിമം എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ബീറ്റയുടെ വാല്യൂ പ്രാക്ടിക്കലി ഏകദേശം ഒരു 100 റേഞ്ചിൽ 95 to 100 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്ന കേസ് അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. സോ ആൽഫ ഇറ്റ് ഈസ് കോമൺ ബേസ് കറണ്ട് ഗെയിൻ. ഓക്കെ, ദെൻ ICBO എന്ന് പറയുന്നത് എന്താ? ലീക്കേജ് കറണ്ട് ആണ് അല്ലേ? ലീക്കേജ് കറണ്ട് അക്രോസ് യുവർ കളക്ടർ ടു ബേസ് ജംഗ്ഷൻ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ട്രാൻസിസ്റ്റർ കേസിൽ ഏതാ ആദ്യത്തെ ട്രാൻസിസ്റ്റർ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രാൻസിസ്റ്റർ. ഉണ്ടോ? ഇതാണ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിനെ അക്രോസ് നമുക്കറിയാം ദിസ് ഇസ് ആനോഡ് കറണ്ട്, ദിസ് ഇസ് യുവർ ബേസ് കറണ്ട്, ദിസ് ഇസ് യുവർ കളക്ടർ. അപ്പോൾ ആനോഡ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് യുവർ എമിറ്റർ കറണ്ട് IE1. ഓക്കെ, സോ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമുക്ക് ഈ ബേസിക് ഇക്വേഷൻ നമ്മൾ എഴുതി എങ്ങനെ വരും? ICക്ക് പകരം ഇറ്റ് ഈസ് IC1. ഓക്കെ, ദെൻ ആൽഫ എന്ന് പറയുന്നത് കറണ്ട് ഗെയിൻ ആണ്. ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് alpha1. ഓക്കെ, ദെൻ ആനോഡ് കറണ്ട് ആണ് ഇവിടുത്തെ എമിറ്റർ കറണ്ട്. കണ്ടോ? ആനോഡ് കറണ്ട് ആണ് നമ്മുടെ എമിറ്റർ കറണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IA. ദെൻ ലീക്കേജ് ICBO. സോ ഫസ്റ്റ് ഇക്വേഷൻ, ലെറ്റ് ദിസ് ബി ദ ഫസ്റ്റ് ഇക്വേഷൻ. IC1 is equal to alpha1 IA plus ICBO. ഓക്കെ, നൗ ടേക്ക് ദ സെക്കൻഡ് ട്രാൻസിസ്റ്റർ. രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ എടുക്കുക. രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ. ഇവിടുത്തെ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? IK വരും. ബേസ് കറണ്ട് IB2 ആണ്. കളക്ടർ കറണ്ട് IC2 ആണ്. അപ്പോൾ സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിലും ഇഫ് യു റൈറ്റ് ദിസ് വിൽ ബി ദ ഇക്വേഷൻ. IC2 is equal to alpha2 IK plus ICBO2. ക്ലിയർ ആണല്ലോ? നൗ ടേക്ക് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ. നമ്മുടെ ആനോഡ് കറണ്ടിന് നെക്സ്റ്റ് ഞാനൊരു എക്സ്പ്രഷൻ എഴുതാൻ പോവാണ് ഈ പോയിന്റിൽ. കണ്ടോ? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ IA എന്ന് പറയുന്ന ഒരു ഇൻകമിങ് കറണ്ടാണ്. ശരിയല്ലേ? IC1ഉം IC2ഉം ഔട്ട് ഗോയിങ് ആണ്. സോ ഈ പോയിന്റിൽ ഞാൻ KCL എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? IE1 ഈസ് ഈക്വൽ ടു യുവർ IC2 പ്ലസ് IC1. വാട്ട് ഇസ് IE1? IE1 ഈസ് സെയിം ആസ് യുവർ ആനോഡ് കറണ്ട്. ശരിയല്ലേ? സോ ആനോഡ് കറണ്ട് ഞാൻ ക്യാപിറ്റൽ IA എന്ന് എഴുതാം. ലെറ്റ് us take it as small a. Okay, so IA is equal to IC1 plus IC2. ഇത് IC2 ആണ് കേട്ടോ. IC2. Okay, so this becomes your IC2. ക്ലിയർ ആണല്ലോ? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ IC1ഉം IC2ഉം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. IA is equal to IC1 plus IC2. IC1ൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. IC2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? IA is equal to alpha1 IA plus ICBO1 plus alpha2 IK plus ICBO2. ക്ലിയർ ആണല്ലോ? നൗ ടേക്ക് ദ സെക്കൻഡ് ട്രാൻസിസ്റ്റർ. രണ്ടാമത്തെ കേസ് നമുക്കൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ? IK എന്ന് പറയുന്നത് ഇവിടെ ഔട്ട് ഗോയിങ് ആണ്. ശരിയല്ലേ? ബാക്കി രണ്ടും എന്താണ്? ഇൻകമിങ് ആണ്. സോ ഈ ജംഗ്ഷനിൽ ഈ ഒരു പോയിന്റ് നമ്മൾ KCL എടുത്തു കഴിഞ്ഞാൽ IKക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാം IB2 പ്ലസ് IC എന്നുള്ളൊരു കേസ് എഴുതാം. ഇനി ഇവിടെ നോക്കിയേ, IB2ഉം IGയും സെയിം ആണ്. ഈ സെയിം കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എനിക്ക് എന്തെഴുതാം? IK എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IA പ്ലസ് IG എന്നുള്ള കേസ് എഴുതാം. ഓക്കെ ആണല്ലോ? IK ഇസ് ഈക്വൽ ടു IA പ്ലസ് IG. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുന്ന് കിട്ടിയത് ഗേറ്റ് കറണ്ട് IK ഇസ് ഈക്വൽ ടു IA പ്ലസ് IG. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ വാല്യൂ IK ഇസ് ഈക്വൽ ടു IA പ്ലസ് IG എന്നുള്ളത് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും IA ഇസ് ഈക്വൽ ടു ആൽഫ IA പ്ലസ് ICBO1 പ്ലസ് ആൽഫ2 ഇൻറ്റു IA പ്ലസ് IG പ്ലസ് ICBO2. ഫ്രം ദാറ്റ് കാൽക്കുലേറ്റ് വാട്ട് ഇസ് യുവർ ആനോഡ് കറണ്ട് IA. ഇപ്പോൾ കണ്ടോ? IA ഇസ് ഈക്വൽ ടു എന്തായിട്ട് കിട്ടും? IA ഇസ് ഈക്വൽ ടു ആൽഫ2 ഇൻറ്റു IG പ്ലസ് ICBO1 പ്ലസ് ICBO2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ1 പ്ലസ് ആൽഫ2 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ? ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ SCR ഓൺ ആവുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്റർ പാർട്ട് എപ്പോഴാണ് നമ്മുടെ IA ആനോഡ് കറണ്ട് മാക്സിമം അല്ലെങ്കിൽ റൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ഡിനോമിനേറ്റർ കുറയുമ്പോഴാണ്.
ഡിനോമിനേറ്റർ കുറയുക അല്ലെങ്കിൽ ഡിനോമിനേറ്റർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ IA എന്ന് പറയുന്ന വാല്യൂൻ്റെ എന്ത് വരും, ഇൻഫിനിറ്റി ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഡിനോമിനേറ്റർ പാർട്ട് എപ്പോഴാണ് കുറയുന്നത്, α1 + α2 എന്ന് പറയുന്ന വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ബിക്കമിങ് 1, ശരിയല്ലേ? അതായത് കറണ്ട് ഗെയിൻ പാരാമീറ്റർ α1ഉം α2ഉം മാക്സിമം വാല്യൂയിലേക്ക് എത്തുമ്പോൾ, ഇത് രണ്ടിൻ്റെയും സമ്മേഷൻ മാക്സിമം വാല്യൂയിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ IA വാല്യൂ ഇൻക്രീസ് ചെയ്യും. IA വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, SCR ഗോസ് ഇൻ ടു കണ്ടക്ഷൻ എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ എക്സ്പ്ലെയിൻ 2 ട്രാൻസിസ്റ്റർ അനലോഗി. ഒരു SCRൻ്റെ ഓപ്പറേഷൻ 2 ട്രാൻസിസ്റ്ററിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ട്രാൻസിസ്റ്ററിൻ്റെ ടേൺ ഓൺ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്നത്. ഇതാണല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ എമിറ്റർ കറണ്ട്, ശരിയല്ലേ? ഇത് നോക്കാം, ഇതുണ്ടോ, ഇവിടെ IG ഞാൻ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷനിൽ IB2 ഈ സെയിം ആസ് യുവർ IG. സോ ഈ ഗേറ്റ് കറണ്ട് കൂട്ടുമ്പോൾ, ഗേറ്റ് കറണ്ടിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ IB2ൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. സോ ഈ വാല്യൂ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് IC കൂടും. IC2 കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ്, IC വിൽ ഇൻക്രീസ്. IC ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഈ ആൽഫ കൂടുക അല്ലെങ്കിൽ ഈ എമിറ്റർ കറണ്ട് കൂടുക, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് IA കൂടുക എന്നുള്ള കൺസെപ്റ്റാണ്. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് ബിക്കംസ് എ ക്ലോസ് ലൂപ്പ് പ്രോസസ് ആൻഡ് SCR വിൽ ബി ടേണിംഗ് ഓൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കേസ്. ഓക്കെ, അപ്പോൾ എമിറ്റർ ഈ ഒരു കേസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ IB കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് IC1 കൂടുക. IC1 കൂടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് യുവർ emitter current will be increasing rapidly. So automatically what happens, alpha also increases. Okay, so with an increase in emitter current, okay, increase in emitter current, automatically alpha will be increasing. And with gate IG equal to 0, with thyristor forward biased, α1 plus α2 the value എന്ന് പറയുന്നത് കുറവാണ്. കാരണം ഗേറ്റ് പൾസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് SCR ആ ട്രാൻസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ രണ്ടും ഒരു ഓഫ് കണ്ടീഷനിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗേറ്റ് കറണ്ട് കൊടുക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ബേസിലേക്ക് കറണ്ട് വാല്യൂ വന്ന് കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്ത് ഗെയിൻ്റെ വാല്യൂ കൂടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കേസ് എഴുതി, ICBO പ്ലസ് ICBO1 പ്ലസ് ICBO2 എന്ന് പറയുന്നത് ബോത്ത് ഓഫ് ദം ആർ ലീക്കേജ് കറണ്ടാണ്. സോ ദിസ് ഇസ് ഹൗ you explain the working of an SCR with the help of 2 transistor analogy. ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എമിറ്റർ കറണ്ട് അല്ലെങ്കിൽ α1 പ്ലസ് α2 എന്ന് പറയുന്ന വാല്യൂ when it is approaching to unity, you can say that ഇതുണ്ടോ, α1 പ്ലസ് α2 approaching to unity, you can say that IA increases, and when IA increases എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് SCR goes to conduction. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്ക്, this is how you explain 2 transistor analogy of a SCR. ഓക്കെ, നമുക്കൊരു 3 മാർക്സിൻ്റെ ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്സിൻ്റെ ഒരു essay ക്വസ്റ്റ്യൻ ഒരു പാർട്ടായിട്ടോ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2 ട്രാൻസിസ്റ്റർ അനലോഗി ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ SCRൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക, ബൈസെക്റ്റ് ചെയ്യുന്ന പോർഷൻ കാണിക്കുക, ദെൻ NPN ട്രാൻസിസ്റ്റർ PNP ട്രാൻസിസ്റ്റർ ആയിട്ട് കാണിക്കുക, 2 സെറ്റ് ഇക്വേഷൻ എഴുതിയിട്ട് യു ഹാവ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് IA. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു കേസിൽ നമുക്കൊരു പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.